2025 ദൂതുകളിലെ പ്രധാനപ്പെട്ടൊരു ദൂതാണ് ദൈവം തൻ്റെ സഭയായ നമ്മെ റിസർവ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഏതോ ഒരു മഹത്വകരമായ പദ്ധതിക്ക് വേണ്ടി, ഏതോ ഒരു മഹത്വകരമായ പദ്ധതി ഈ കാണുന്ന കോട്ടയം പട്ടണത്തിൽ, ഈ കാണുന്ന കേരളത്തിൽ ആവിഷ്കരിക്കാൻ വേണ്ടി ദൈവം നിന്നെ കുടുംബമായി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിനൊരു ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? അങ്ങനെ വേർതിരിക്കപ്പെട്ടവനെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഇവൻ പോകത്തില്ല, ഇവനെ അയക്കാൻ വേറെ മാർഗങ്ങളില്ല, ഇവനെ ഒറ്റയ്ക്കൊന്ന് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അതിന് പാകത്തിലുള്ളൊരു സാഹചര്യം ഒരുക്കി. ആ സാഹചര്യത്തിലൂടെ ഇദ്ദേഹം പത്മോസിലേക്ക് എത്തുകയാണ്. ഇദ്ദേഹത്തെ പത്മോസിൽ എത്തിക്കുക എന്നത് ദൈവത്തിൻ്റെ പ്ലാനാണ്, പദ്ധതിയാണ്. പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, രണ്ട് പുസ്തകങ്ങളും ആധികാരികമായി വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ എപ്പോഴെല്ലാം ദൈവം ഒരു വ്യക്തിയോട് ഏറ്റവും കനമുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവനെ തനിച്ച് കിട്ടാൻ വേണ്ടി ദൈവം കൊതിക്കുകയാ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ദൈവം കൊതിക്കുകയാ. കൂട്ടങ്ങളിൽ നിന്ന് അവനെ വേർപെടുത്തു, സഭയിൽ നിന്ന് അവനെ വേർപെടുത്തി നിർത്തൂ, കുടുംബങ്ങളിൽ നിന്ന് വേർപെടുത്തി നിർത്തൂ, ഔദ്യോഗിക കാര്യങ്ങളിൽ നിന്ന് അവനെ വേർപെടുത്തിയിട്ട് കനമുള്ള തൻ്റെ എന്തോ കൈമാറ്റത്തിന് വേണ്ടി അവനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിന്നോട് എന്തെങ്കിലും ദൈവത്തിന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ചായിരിക്കത്തില്ല. ചിലപ്പോൾ അത് ഒറ്റയ്ക്കായിരിക്കും. അത് നിനക്ക് വ്യസനം പിടിച്ച ചില വിഷയങ്ങളായിരിക്കാം, അത് നിനക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ ആ സാഹചര്യങ്ങളുടെ നടുവിൽ എന്തോ വലിയ കാര്യങ്ങൾ നിന്നോട് ഷെയർ ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോടും തുറക്കാത്ത ദൈവത്തിൻ്റെ ഹൃദയം നിന്നോട് തുറക്കാൻ വേണ്ടി, ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടാൽ അതിനൊരാമേൻ പറയാൻ പറ്റുന്നവർ, ചില സമയങ്ങളിൽ സാഹചര്യങ്ങൾ നിമിത്തം, സഹോദരങ്ങൾ നിമിത്തം ഒറ്റപ്പെട്ടു പോയാൽ വിഷമിക്കരുത്. എന്തോ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. കേൾക്കുന്നവരാമേൻ പറയട്ടെ. കനവുള്ള പല റെവലേഷൻസുകളും എനിക്ക് ലഭ്യമായിട്ടുള്ളത് തനിച്ചുള്ള പ്രാർത്ഥനയ്ക്കകത്താണ്, തനിച്ചുള്ള യാത്രയ്ക്കകത്താണ്. തനിച്ച് ദൈവവുമായിട്ട് ഒരു വചനം വായിക്കും. ആ വചനം വായിച്ചിട്ട് തനിച്ചിരുന്ന അന്യഭാഷകളിലോ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലോ ആണ് ഞാൻ പോലും ചിന്തിക്കാത്ത റെവലേഷൻസുകൾ ആ വേടിലൂടെ ദൈവം എനിക്ക് പകർന്നു തരും. വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നത് ഏറെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് സമയവും അവസരവും കിട്ടുമ്പോൾ തനിച്ച് കയറി വരാൻ കർത്താവ് സംസാരിക്കുന്നു. നോക്കുക, അങ്ങനെ അവനെ പത്മോസിലേക്ക് കൊണ്ടുവരുന്നു. പത്മോസിൻ്റെ സാഹചര്യം മോശപ്പെട്ടൊരു സാഹചര്യമാണ്. കൊള്ളാകുന്ന ഒരു സംവിധാനങ്ങളും അവിടെ ഇല്ല. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ മനസ്സ് മടുപ്പിക്കുന്ന, ഒരു ശുശ്രൂഷകൻ്റെ മനസ്സ് മടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ മൊത്തമുള്ള സ്ഥലമാണ് പത്മോസ് എന്ന് പറയുന്നത്. 1000 പേർ ഫ്രണ്ടിൽ കിട്ടി കൈയടിക്കാനും തുള്ളിച്ചാടാനും കൈവെക്കാനും 1000 പേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രസംഗകന് ഈസി ആയിട്ട് അവിടെ പ്രസംഗിച്ച് വിജയിക്കാൻ പറ്റുമോ? 10 പേര് കൂടെ നിൽക്കാനുണ്ടെങ്കിൽ വിശ്വാസ ജീവിതം തഴച്ചു വളരുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ എല്ലാവരാലും ഒറ്റപ്പെട്ട ഒരു സാഹചര്യം അനുകൂലമല്ലാത്തൊരു പ്രതലത്തിൽ നിങ്ങൾ ചവിട്ടേണ്ട സാഹചര്യം വന്നാൽ അവിടെ നീ നിന്റെ വിശ്വാസം സൂക്ഷിക്കുകയും അവിടെ നീ കേട്ട വചനത്തിൽ ഉറപ്പ് പ്രാപിക്കുകയും അവിടെ നീ പതറാതെ നിൽക്കുകയും ചെയ്താൽ അവിടെയാണ് നിന്റെ ജയജീവിതം മറഞ്ഞു കിടക്കുന്നത്. അവിടെയാണ് നീ കരുത്തുള്ളൊരു ക്രിസ്ത്യാനിയായി മാറുന്നത്. ഇന്ന് രാവിലെ കർത്താവ് ചിലരോട് ഇടപെടുകയാണ്. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നീ കരുത്തുള്ളൊരു വിശ്വാസിയാകാൻ വേണ്ടിയാണ്, നീ കരുത്തുള്ളൊരു ദൈവദാസനാകാൻ വേണ്ടിയാണ്, നീ കരുത്തുള്ളൊരു ദൈവ പൈതലാകാൻ വേണ്ടിയാണ്. ഇന്നത്തെ രാവിലെ കർത്താവ് ചിലരെ നോക്കിക്കൊണ്ട് പറയുന്നു, കരുത്തു പ്രാപിച്ച ചിലർ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഹാരബല ഹന്തരാധരം ജലാദിയാര ഹർക്കബത്തരാധരം ജലം ചരേദിയാര അൽബത്താരിയാന്ധരം സ്മാനസെറ്റരാദിയാര. പ്രധാനമായി പരിശുദ്ധാത്മാവ് ഐഡന്റിഫൈ ചെയ്യുന്ന ചില വാക്കുകൾക്ക് ഞാൻ ഇച്ചിരി ഊന്നൽ കൊടുക്കുകയാണ്. കരുത്തു പ്രാപിച്ച ഒരാൾ ഇന്ന് പകൽ നമ്മുടെ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരണം. പാസ്റ്റർമാരെ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുത്തുള്ള ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരണം. ഇന്ന് രാവിലെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നീ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വൈകാരിക പ്രകടനങ്ങളിൽ തകർന്നു പോകുന്നവരെ അല്ല കർത്താവിന് ആവശ്യം. നീ എന്തു പറഞ്ഞോ എന്തു കേട്ടോ അതിനകത്ത് ഉറച്ചു നിന്ന് കരുത്തു പ്രാപിക്കുന്ന ചിലർ ഇന്ന് പകൽ ചർച്ചിനകത്ത് എഴുന്നേൽക്കട്ടെ.
ഇന്ന് രാവിലെ ആ വാക്കിനകത്ത് ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന് 2025 ആഗ്രഹം കരുത്തു പ്രാപിച്ച വിശുദ്ധന്മാരെ, കരുത്തു പ്രാപിച്ച വിശ്വാസ്യമതികളെ ഇന്ന് രാവിലെ കർത്താവിന് ആവശ്യമുണ്ട്.